പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ് എന്ന ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആണ്. എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനേജ്മെൻറ്റ് വിദഗ്ധന്മാർ മാനേജ്മെൻറ്റിൻ്റെ മീനിങ്ങുമായി ബന്ധപ്പെടുത്തിയും കൊണ്ട് അല്ലെങ്കിൽ അതിനെ പല തരത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാനേജ്മെൻറ്റ് മീൻസ് വാട്ട് എ മാനേജർ ഡസ് എന്ന ഡെഫിനിഷനുണ്ട്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നൊരു ഡെഫിനിഷനുണ്ട്. നമുക്ക് കൂടുതൽ ഇവിടെ ഉപകാരപ്രദമാകുന്ന വളരെ പ്രബലരായിട്ടുള്ള മാനേജ്മെൻറ്റ് തിങ്കേഴ്സൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് കൂടെ ഉൾപ്പെടുത്തിയും കൊണ്ടുള്ള ഒരു മീനിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ മീനിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇവിടെ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫങ്ഷനുകളെന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് തുടങ്ങിയ പ്രക്രിയകൾ അടങ്ങിയ ഒരു ഫങ്ഷനായിട്ടാണ് നമ്മളിവിടെ മാനേജ്മെൻറ്റിനെ വിവരിക്കുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. കൺസിസ്റ്റിംഗ് ഓഫ്, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? പ്ലാനിങ് ഇൻക്ലൂഡഡ് ആണ്, ഓർഗനൈസിങ് ഇൻക്ലൂഡഡ് ആണ്, സ്റ്റാഫിംഗ് ഇൻക്ലൂഡഡ് ആണ്, ദെൻ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്നുള്ള ഭാഗം നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യുന്ന ഭാഗവും കൂടിയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ആദ്യം മാനേജ്മെൻറ്റിൻ്റെ മീനിങ്ങിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് എന്ന രണ്ട് ടേമുകളാണ്. നമ്മൾ മാനേജ്മെൻറ്റിൽ എപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് ടേമുകളാണ് എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ്. എന്താണ് ഇവിടെ ഒരു കാര്യം എഫിഷ്യൻ്റായിട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ഇഫക്റ്റീവായിട്ട് ചെയ്യുക? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിഫറൻസ് എന്തൊക്കെയാണ്? ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മളിവിടെ നടത്താൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും നമ്മൾ എഫിഷ്യൻസി എന്നുള്ള ടേം ഉപയോഗിക്കുന്നത് നമ്മളൊരു തന്നിരിക്കുന്ന ഒരു ടാസ്ക്, കംപ്ലീറ്റ് ഗിവൺ ടാസ്ക് ബട്ട് അറ്റ് എ ഹൈ കോസ്റ്റ്, ഒരു എത്ര ചിലവ് എടുത്തും നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ, ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ, ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കത് അവിടെ എഫിഷ്യൻ്റായിട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അത് എഫിഷ്യൻസി. ആ പറഞ്ഞ ടൈമിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ കോസ്റ്റ് നമ്മൾ പരിഗണിക്കാതെ നമ്മൾ ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ അതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടിയാലും നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. സമയം ചിലപ്പം കൂടുതൽ എടുത്തിട്ടുണ്ടാവാം, ചിലപ്പം കോസ്റ്റ് കൂടുതൽ എടുത്തിട്ടുണ്ടാവാം. പക്ഷേ ആ രീതിയിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഫിഷ്യൻ്റായിട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് ഇഫക്റ്റീവ് ആവണമെങ്കിൽ, അപ്പോൾ ആ ചെയ്ത പ്രവർത്തനം നമ്മൾ ഇഫക്റ്റീവായി എന്ന് നമുക്ക് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ മിനിമം കോസ്റ്റിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് കംപ്ലീറ്റ് ദ ഗിവൺ ടാസ്ക് വിത്ത് ഫ്യൂ റിസോഴ്സസ്, ആ രീതിയിലാണ് വളരെ കുറഞ്ഞ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ആ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഇഫക്റ്റീവായിട്ടാണ്, ഇഫക്റ്റീവ്നെസ് ഉള്ള ഒരു വർക്കാണ് അത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഉദാഹരണം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ ടേമുകളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ ഇവിടെ എഫിഷ്യൻസിയിൽ നമ്മൾ പറയുന്ന സമയത്ത് വർക്ക് ഈസ് ടു ബി ഡൺ ഇൻ എ കറക്റ്റ് മാനർ എന്നുള്ള രീതിയിലാണ്. പക്ഷേ അത് ഇഫക്റ്റീവ്നെസ്സിൽ പറയുന്ന സമയത്ത് ഡൂയിങ് ആക്യുറേറ്റ് വർക്ക് ഓൺലി എന്ന രീതിയിൽ നമുക്കതിനെ മാറ്റി പറയാനായിട്ട് സാധിക്കും. എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും എന്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്, അവിടെ എംഫസിസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്കിതിൻ്റെ ഡിഫറൻസ് പറയാവുന്നതാണ്. കാരണം എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയുമാണെങ്കിൽ തീർച്ചയായിട്ടും ഇഫക്റ്റീവ്നെസ്സിൽ കൂടുതൽ എംഫസിസ് എന്ന് പറയുന്നത് നമ്മുടെ മീൻസ് ആൻഡ് എൻഡ്സിനെയാണ്. അവിടെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ തന്നെ എഫിഷ്യൻസിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഷോർട്ട് റൺ ഒബ്ജക്റ്റീവായി അതാണ് പരിഗണിക്കുന്നത്. പക്ഷേ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ലോങ് റൺ ഒബ്ജക്റ്റീവാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു നാരോ കൺസെപ്റ്റാണ്, പക്ഷേ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരു വൈഡ് കൺസെപ്റ്റാണ്. അതോടൊപ്പം തന്നെ
എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എയിം ചെയ്യുന്നത് എയിം സെറ്റ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനാണ്. നമ്മുടെ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മളവിടെ എയിം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇഫക്റ്റീവ്നെസ്സിൽ നമ്മൾ എയിം ചെയ്യുന്നത് നമ്മുടെ ഒരു സ്ട്രാറ്റജിയുടെ ഫോർമുലേഷനാണ്. അപ്പം ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ചിലപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ആർ ദ ടു സൈഡ്സ് ഓഫ് ദി സെയിം കോയിൻ എന്നോ അല്ല അങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ആയതുകൊണ്ട് ഈ ഭാഗം വിദ്യാർത്ഥികൾ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടെ പഠിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ. മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, വേണമെങ്കിൽ ഫീച്ചേഴ്സ് എന്നും വേണമെങ്കിൽ നമുക്കതിനെ പറയാവുന്നതാണ്. ചിലപ്പോൾ അത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദി മാനേജ്മെൻറ്റ് എന്നൊക്കെ ചോദിച്ചാൽ ആ രീതിയിൽ നമുക്ക് ഇവിടെ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിന് ആൻസറായിട്ട് എഴുതേണ്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമതായിട്ട് ഇറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് അല്ലേ. ഇറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. നമുക്കൊരു ഗോൾ ഇല്ല എങ്കിൽ നമ്മൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഇല്ല എങ്കിൽ, ഒരു ഒബ്ജക്റ്റീവ് ഇല്ല എങ്കിൽ അവിടെ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് ആണ്. അതാണ് ആദ്യത്തെ പോയിൻ്റായിട്ട്, ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ആദ്യത്തെ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത് ഇറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് എന്നുള്ളതാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയിൻ്റാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകുന്നതാണ് മാനേജ്മെൻറ്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ ക്യാരക്ടർ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്, പെർവസീവാണ്, എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഏത് ടൈപ്പ് സ്ഥാപനമായിക്കൊള്ളട്ടെ, ഏത് രീതിയിലുള്ള സ്ഥാപനമായിക്കൊള്ളട്ടെ, ഏത് ലെവൽസ് ആയിക്കൊള്ളട്ടെ, ഏത് രീതി പൊളിറ്റിക്കൽ ആയിക്കൊള്ളട്ടെ, ബിസിനസ് തന്നെ ആവണമെന്നില്ല, റിലീജിയസ് ആയിക്കൊള്ളട്ടെ, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏത് തരത്തിലുള്ള സ്ഥാപനവും ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനത്തിലും നമുക്ക് മാനേജ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതൊരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു ഫിനോമിനനാണ്, അല്ലെങ്കിൽ അത് എന്താണ് പെർവസീവാണ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതിനെ മൾട്ടി ഡയമെൻഷണൽ എന്ന് പറയുന്നത്? ഇവിടെ മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, ഒരു ഭാഗത്ത് നമ്മൾ വർക്കിനെ മാനേജ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്, മറ്റൊരു ഭാഗത്ത് മാനേജ്മെൻറ്റ് ഓഫ് ദി പീപ്പിൾ, നമ്മൾ എംപ്ലോയീസിനെ മാനേജ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് ഓഫ് ദി ഓപ്പറേഷൻസ്, നമുക്ക് ബിസിനസ് ഓപ്പറേഷൻസ് ഓരോന്നായിട്ട് അതും എന്ത് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്, മാനേജ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഉണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് ദി വർക്ക് ഉണ്ട്. ഇത് മൂന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയാൻ കാരണം മാനേജ്മെൻറ്റ് ഒരു മൾട്ടി ഡയമെൻഷണൽ എന്ന് നമ്മളെപ്പോഴും വിശേഷിപ്പിക്കാനുള്ള കാരണം. നമുക്കറിയാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അടുത്ത പ്രത്യേകതയായിട്ട് നമുക്ക് നാലാമത്തെ പ്രത്യേകതയായിട്ട് എഴുതാവുന്ന പോയിൻ്റാണ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ആ ഭാഗം നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്തൊരു ഭാഗമാണ്. അഞ്ചാമത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ദെൻ ആറാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇറ്റ് ഈസ് എ ഡൈനമിക് ഫംഗ്ഷൻ. നമുക്കറിയാം മാനേജ്മെൻറ്റിൽ എപ്പോഴും നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചേഞ്ചസ് ഒരു സ്ഥാപനത്തിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നും എവർ ചേഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലുള്ള മാറ്റങ്ങൾ നോക്കിയും കൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മളെ മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡൈനമിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. നമുക്ക് അത് കാണാനോ അല്ലെങ്കിൽ തൊട്ട് നോക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു ഫോഴ്സായിട്ടാണ്, ഒരു ശക്തിയായിട്ടാണ് എപ്പോഴും മാനേജ്മെൻറ്റിനെ നമുക്ക് ദർശിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അതിനെ വിലയിരുത്തുക. ഇത്രയും പോയിൻറ്റ്സാണ്, ഇത്ര 7ഓളം പോയിൻറ്റുകളാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്തതായിട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൽ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവാണ്. ഈ ഭാഗവും നമുക്ക് ഇടയ്ക്ക് എക്സാമിന് ചോദിച്ച് കണ്ടൊരു ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പ്രോഫിറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോഫിറ്റ് മാത്രമല്ല ഒരു ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട 2 പോയിൻറ്റുകളാണ്. ഒന്നാമതായിട്ട് ഇവിടെ സ്ലൈഡിൽ കാണുന്ന സർവൈവൽ. അപ്പോൾ ആദ്യം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് സർവൈവൽ, ആ ബിസിനസ് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്.
ദെൻ രണ്ടാമത്തെ പോയിൻ്റായിട്ടാണ് നമ്മൾ എന്തിനെ ഡിസ്കസ് ചെയ്യുന്നത്? പ്രോഫിറ്റിനെ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിൻ്റാണ് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിലെ മൂന്നാമത്തെ ഭാഗമാണ്. ദെൻ നമുക്ക് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരുന്ന പോയിന്റുകൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ്? ക്വാളിറ്റി ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസ്. നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം എപ്പോഴും ക്വാളിറ്റിയുള്ള ഗുഡ്സ് അത് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് നമ്മൾ പറയുമ്പോൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനൊക്കെ തന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. അപ്പോൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിലെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമുക്കറിയാം ഇവിടെ ധാരാളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സോഷ്യൽ ഒബ്ജക്റ്റീവായിട്ടാണ് നമ്മൾ ഈ പോയിന്റിനെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ബേസിക് അമ്യൂണിറ്റീസ് ലൈക്ക് ധാരാളം അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എംപ്ലോയീസിൻ്റെ അവരുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, അതേപോലെ അവരുടെ കുട്ടികളുടെ സ്കൂളിംഗ് പോലെയുള്ള പ്രവർത്തനങ്ങൾ, ഒരുപാട് റിക്രിയേഷണൽ ഫെസിലിറ്റീസൊക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതും നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ സോഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ പോയിൻ്റായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ടു ദ ഗവൺമെൻറ്. കൃത്യമായിട്ടുള്ള ടാക്സ് അത് സർക്കാരിലേക്ക് അടയ്ക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള ലക്ഷ്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്തതായിട്ട് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സാണ്. തീർച്ചയായിട്ടും ഇവിടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അത് എംപ്ലോയീസുമായിട്ട് റിലേറ്റഡ് ആണ്. ഒന്നാമത്തെ പോയിൻ്റ് നോക്കുക, ഗിവിങ് ആഡിക്വേറ്റ് റെമ്യൂണറേഷൻ. കൃത്യമായിട്ടുള്ള റെമ്യൂണറേഷൻ, ഒരു റീസണബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നോക്കൂ, പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്. എംപ്ലോയീസിനൊക്കെ തന്നെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു സാഹചര്യം, അവിടെ അവർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ ഏറ്റവും നല്ല ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ആ രീതിയിലുള്ളൊരു പരിതസ്ഥിതി അവിടെ അവർക്ക് ആവശ്യത്തിന് ഉള്ള സ്പേസ്, അവരുടെ മെറ്റീരിയൽസൊക്കെ അവരുടെ എക്യുപ്മെൻറ്റ്സൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ഡ്രിങ്കിങ് വാട്ടർ, മറ്റുള്ള ഫുഡ്, ടീ, റിഫ്രഷ്മെൻറ്റ് പോലെയുള്ള അത്തരത്തിലുള്ള സൗകര്യങ്ങൾ, അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അങ്ങനെ അവിടുത്തെ എൻവയോൺമെൻറ്റ്, അതിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിതസ്ഥിതിയാണ് ഇവിടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ളത്. നമുക്കറിയാം എംപ്ലോയീസിൻ്റെ വളരെ വിലപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മളതിൽ പങ്കാളികളാക്കുന്നുണ്ട്. അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇതിനെയാണ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിങ്. നമുക്കറിയാം ലാഭവിഹിതമാണ് നമ്മുടെ കമ്പനിയുടെ ലാഭത്തിൻ്റെ വിഹിതം എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ നമുക്കറിയാവുന്നതാണ്, പ്രോഫിറ്റ് ഷെയറിങ്. അതേപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ എംപ്ലോയീസിൻ്റെ ആവശ്യമായ രീതിയിലുള്ള ട്രെയിനിങ്ങും അതേപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് അതിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്സിന് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ഒബ്ജക്റ്റീവുകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ദെൻ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. പ്രധാനമായിട്ടും 5 പോയിന്റുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ബിസിനസ്സിൻ്റെ നീഡ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ സമർത്ഥിക്കുന്നത്. ഒന്നാമതായിട്ട് അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾ എന്നുള്ളത്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മാനേജ്മെൻറ്റ് ഒരു ഗ്രൂപ്പ് ഗോൾ, അച്ചീവിങ് ഗ്രൂപ്പ് ഗോളാണ്. അവർ എല്ലാവരും കൂടെ ചേർന്ന് വർക്കെല്ലാം ഡിവൈഡ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായി നേടിയെടുത്തുകൊണ്ടാണ് നമുക്കറിയാം ആ സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ബിസിനസ് സ്ഥാപനത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന അതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത്. നല്ലൊരു മാനേജ്മെൻറ്റുള്ള സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യിക്കാനായിട്ട് പറ്റും, ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ് ഡൈനമിക് ഓർഗനൈസേഷൻ. നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഡൈനമിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ഡൈനമിക്കായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്തിനു വേണ്ടി, അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്.
ഏറ്റവും അവസാനമായിട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി ആസ് എ ഹോൾ എന്നുള്ള രീതിയിലും മാനേജ്മെൻറ്റ് കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാകുന്നു. തീർച്ചയായിട്ടും ഒരു സ്ഥാപനം നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ, നല്ല രീതിയിലുള്ള റെമ്യൂണറേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം അത് കൃത്യമായിട്ട് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് ആ സ്ഥാപനം വന്നു ചേരുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഒരു സൊസൈറ്റി അവിടെ സൊസൈറ്റി അല്ലെങ്കിൽ എ കൺട്രി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അത്തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റ് അവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഒരു സാമൂഹികമായ ഉന്നമനത്തിലൂടെ ഒരു രാജ്യത്തിൻ്റെ ഉന്നമനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവിടെ പരാമർശിക്കാവുന്നതാണ്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക് നമ്മൾ പൂർത്തിയാക്കി. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട്. മാനേജ്മെൻറ്റ് ഒരു കലയാണ്. മാനേജ്മെൻറ്റ് ഒരു കലയാണോ എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ സമർത്ഥിക്കുന്നത് ആർട്ടിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, ആ ആർട്ടിൻ്റെ പ്രത്യേകതകളൊക്കെ തന്നെ മാനേജ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണ് എന്ന് സമർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. പ്രധാനമായിട്ടും ആർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് എന്നുള്ളത്. എപ്പോഴും ഏതൊരു കലയാണെങ്കിലും ആ കലയ്ക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തിയററ്റിക്കൽ നോളജ് ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമതായിട്ട് ഏതൊരു കലാകാരനും, ആ കല പഠിക്കുന്ന ഏത് കലാകാരനും കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അയാളുടെ പേഴ്സണൽ സ്കില്ലിന് അവിടെ പ്രാധാന്യമുണ്ട്. പേഴ്സണൽ സ്കിൽ രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊരു കലാകാരനും നല്ല കലാകാരനായി മാറുന്നത് അത് എന്തിലൂടെയാണ്? രണ്ട് കാര്യങ്ങളിലൂടെ. ഒന്ന് അയാൾ ചെയ്യുന്ന പ്രാക്ടീസിലൂടെ, അയാളുടെ എക്സ്പീരിയൻസിലൂടെ. രണ്ടാമതായിട്ട് അയാളുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ. അയാൾ എത്രത്തോളം ക്രിയേറ്റീവാണ്, അയാൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് അവിടെ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഒരു കലയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ 3 പോയിന്റുകൾ. ഈ 3 പോയിന്റും മാനേജ്മെൻറ്റിലുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആദ്യത്തെ പോയിന്റ് നമുക്ക് പരിശോധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെയും ഒരു എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് സമർത്ഥിക്കാനായിട്ട്. മാനേജ്മെൻറ്റിൽ ധാരാളം കൺസെപ്റ്റുകളുണ്ട്, മാനേജ്മെൻറ്റിൽ ധാരാളം പ്രിൻസിപ്പിളുകളുണ്ട്, ഒരുപാട് മാനേജ്മെൻറ്റ് തിങ്കേഴ്സ്, ഒത്തിരി തിയറീസ് ഇതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിന് ഒത്തിരി തിയററ്റിക്കൽ നോളജ് ഉള്ള ഒരു മേഖലയാണ് എന്ന് നമുക്ക് സമർത്ഥിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് കൃത്യമായിട്ട് നമ്മളൊരു കലയിൽ പറയുന്നത് പോലെ തന്നെ ഒരു മാനേജറുടെ പേഴ്സണൽ സ്കില്ലിനനുസരിച്ചായിരിക്കും അയാളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു മാനേജറുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അയാൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്, അയാൾ എത്രത്തോളം ക്രിയേറ്റീവാണ്, അയാൾ എത്രത്തോളം ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്. അതാണ് അവിടെ പ്രാക്ടീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇവിടെ ഈ 3 പോയിന്റ് മാനേജ്മെൻറ്റിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് 3ഉം നമുക്ക് മാനേജ്മെൻറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണ് എന്നുള്ളതാണ്. സയൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സയൻസ് ഈസ് ആൾസോ എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഇവിടെയും നമുക്ക് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജാണ് സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതൊരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള പല പ്രിൻസിപ്പിൾസും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രൂ എക്സ്പെരിമെൻറ്റേഷൻ, ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അത് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. ഇപ്പം നമ്മൾ സയൻസിൻ്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റേഷനിലൂടെയും ഒബ്സർവേഷനിലൂടെയുമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സയൻസിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യൂണിവേഴ്സൽ വാലിഡിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. സയൻസിൻ്റെ ഏതൊരു പ്രിൻസിപ്പിളും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കൊണ്ടുപോയി പരിശോധിച്ചാലും അതിനൊരു യൂണിവേഴ്സലി അതെന്തായിരിക്കും, അതിനൊരു വാലിഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് സയൻസിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത. തീർച്ചയായിട്ടും ഈ 3 പ്രത്യേകതകളും മാനേജ്മെൻറ്റിലുണ്ടോ എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്. മാനേജ്മെൻറ്റിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ എക്സിസ്റ്റൻസ് ഓഫ് എ തിയററ്റിക്കൽ നോളജ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഇവിടെയും നമുക്ക് പറയാവുന്നതാണ് കൃത്യമായിട്ടും ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് ദി നോളജ് ആണ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ത്രൂ എക്സ്പെരിമെൻറ്റ്സ്. മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ പ്രിൻസിപ്പിൾസും, മാനേജ്മെൻറ്റിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസും നമ്മളിവിടെ പറയുന്നത് പോലെ തന്നെ എക്സ്പെരിമെൻറ്റേഷനിലൂടെയും അതേപോലെ തന്നെ ഒബ്സർവേഷനിലൂടെയും തന്നെയാണ്.
അത് ആ രീതിയിൽ തന്നെയാണ്. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള എക്സ്പെരിമെൻറ്റേഷനിലൂടെയും ഒബ്സർവേഷനിലൂടെയും തന്നെയാണ്. പക്ഷേ അത് സയൻസിലെ പ്രിൻസിപ്പിൾ പോലെ തന്നെയാണ് എന്ന് നമുക്ക് അത്ര കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹ്യൂമൻ ബീയിങ്സുമായിട്ട് റിലേറ്റഡ് ആണ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് യൂണിവേഴ്സൽ വാലിഡിറ്റിയാണ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സലി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സലായിട്ടുള്ള സംഭവമാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പെർവസീവാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. പക്ഷേ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലി വാലിഡ് ആണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട്. നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഒരു ചെറിയ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ നമുക്കൊരു വലിയ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യുന്ന അതേ പ്രിൻസിപ്പിൾ വേറൊരു രീതിയിലുള്ള സ്ഥാപനത്തിൽ നമുക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാം, അതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലി വാലിഡൊക്കെ തന്നെയാണെങ്കിലും ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില വ്യത്യാസങ്ങളുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഫിസിക്സിലൊക്കെ നമ്മൾ നേരത്തെ പറയുന്ന ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ഒക്കെ പോലെയുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു പ്യുവർ സയൻസ് ആണ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് സമർത്ഥിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ കൺക്ലൂഷനായിട്ട് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ആൻ എക്സാക്റ്റ് സയൻസ്. Management is not a pure science like physics or chemistry. It is a social science. It is an inexact science എന്നൊക്കെ നമുക്ക് ഈ രീതിയിൽ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതാണ് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ 6ഓളം പ്രത്യേകതകൾ ഒരു പ്രൊഫഷനുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്രൊഫഷൻ എന്നുള്ളത് ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജാണ്. പ്രൊഫഷനിലും നമുക്ക് അതൊരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജാണ്. രണ്ടാമതായിട്ട് നമുക്ക് എപ്പോഴും നമുക്കൊരു പ്രൊഫഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് അവിടെ റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. രണ്ടാമത്തെ പോയിൻ്റ് അതാണ്. ഒരു പ്രൊഫഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊഫഷൻ എപ്പോഴും സർവീസ് മോട്ടീവാണ് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൃത്യമായ ഫോർമൽ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഉള്ള ആളുകൾക്ക് മാത്രമേ ഒരു പ്രൊഫഷനിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നാലാമത്തെ പോയിൻ്റ്. അഞ്ചാമത്തെ പോയിൻ്റ് ഏതൊരു പ്രൊഫഷനും ആ പ്രൊഫഷൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആറാമതായിട്ട് ഏതൊരു പ്രൊഫഷനും അതിൻ്റേതായ ഒരു എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രത്യേകതകളെല്ലാം മാനേജ്മെൻറ്റിൽ ഉണ്ട് എങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റിനെ ഒരു പ്രൊഫഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ പോയിൻ്റ് നമ്മൾ കഴിഞ്ഞ 2 ഡിസ്കഷനുകളിലും പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിലൊരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജാണ്, അതിൽ തർക്കമില്ല. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ഏതൊരാൾക്കും നമുക്ക് മാനേജർ ആവുന്നതിന് ഇവിടെ യാതൊരു തടസ്സവുമില്ല. റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ടോയെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു എൻട്രി ഇല്ല. MBA അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ പാസ്സായ ആൾ മാത്രമേ മാനേജർ ആവൂ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറി വരുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൃത്യമായിട്ട് ഇപ്പോഴും വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ കൃത്യമായിട്ട് ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ഒരു സേവന മേഖല എന്നുള്ള രീതിയിൽ സർവീസ് മോട്ടീവ് തന്നെയാണ്. എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നമ്മൾ MBBS പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാർ കൗൺസിൽ പോലെ ആ രീതിയിൽ നമുക്ക് മാനേജ്മെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ നമുക്കുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു കൃത്യമായ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്കും വേണമെങ്കിൽ ആരാകാവുന്നതാണ്, മാനേജറാകാവുന്നതാണ്. ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ദെൻ അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽ അസോസിയേഷനുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ മെമ്പറായ ഒരാൾക്ക് മാത്രമേ മാനേജർ ആകാവൂ എന്നുള്ള രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നുള്ളത് നമ്മളിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്നുള്ള രീതിയിൽ മാനേജ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ചില എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് സമർത്ഥിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളുടെ ഈ 6 പോയിൻറ്റും മാനേജ്മെൻറ്റിൽ ഉണ്ടോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിലുള്ള എല്ലാ പോയിൻറ്റുകളും കൃത്യമായിട്ട് മാനേജ്മെൻറ്റിൽ ഇല്ല. പ്രൊഫഷൻ്റെ എല്ലാ ഫീച്ചേഴ്സും മാനേജ്മെൻറ്റിൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ടേണിങ് ഇൻ ടു ദാറ്റ് ഡയറക്ഷൻ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. മാനേജ്മെൻറ്റ് ഈസ് നോട്ട് എ പ്രൊഫഷൻ എന്ന് പറയുന്നതിനേക്കാൾ മാനേജ്മെൻറ്റ് ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെവൽസ് ഓഫ് ദി മാനേജ്മെൻറ്റാണ്. ആദ്യത്തെ മാനേജ്മെൻറ്റിന് കൃത്യമായി 3ഓളം ലെവൽസ് ഓഫ് ദി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിന് 3 ലെവലുകളാണുള്ളത്. ടോപ്പ് ലെവൽ എന്നാണ് ഒന്നാമത്തെ ലെവലിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തെ ലെവലിനെ മിഡിൽ ലെവൽ എന്നും മൂന്നാമത്തെ ലെവലിനെ ലോവർ ലെവൽ എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നു.
എന്താണ് ടോപ്പ് ലെവലിൻ്റെ പ്രത്യേകത? എക്സാമിന് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്ന സമയത്ത് ചെയർമാൻ, ചീഫ് എക്സിക്യൂട്ടീവ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ പോലെയുള്ള പേരുകൾ തന്നുകൊണ്ട് ഇവർ ഏത് ലെവലിലുള്ള ആളുകളാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുകയും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ലെവൽസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയും ചിലപ്പം ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചെയർമാൻ, ചീഫ് എക്സിക്യൂട്ടീവ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ്, ഇങ്ങനെയുള്ള പേരുകളിലുള്ള ആളുകളുള്ള മേഖലയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മിഡിൽ ലെവലിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് എല്ലാ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്, ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളും അടങ്ങുന്നത് മിഡിൽ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഇപ്പം ഫിനാൻസ് മാനേജർ എന്നാണ് എക്സാമിന് ചോദിച്ചതെങ്കിൽ അത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റാണ്. അതേപോലെ തന്നെ ചില ബ്രാഞ്ച് മാനേജേഴ്സ്, ഇതും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്ന ആളുകളാണ്, ബ്രാഞ്ച് മാനേജേഴ്സ്. അപ്പോൾ ബ്രാഞ്ച് മാനേജർ, അതേപോലെ തന്നെ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്, നേരത്തെ സൂചിപ്പിച്ച പർച്ചേസ്, ഫിനാൻസ്, പിന്നെ സെയിൽസ്, മാർക്കറ്റിംഗ് ഒക്കെ പോലെയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനെ നമ്മൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലാണ് നമ്മൾ സാധാരണ പറയാറ്. മൂന്നാമതായിട്ട് ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ്. ഫോർമാൻ, സൂപ്പർവൈസേഴ്സ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസേഴ്സ്, നോട്ട് മാനേജർ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസേഴ്സ്, സെയിൽസ് ഓഫീസേഴ്സ് തുടങ്ങിയിട്ടുള്ള പദവിയിലുള്ള ആളുകൾ ഏത് ലെവലിലാണ് എന്നുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ ലോവർ ലെവൽ എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഓരോ ലെവലിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലേസ് ഡൗൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ബിസിനസ് എന്നുള്ളതാണ്. കൃത്യമായിട്ടൊരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നിർവചിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് പ്രിപ്പയർസ് സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഒരു ബിസിനസ്സിൻ്റെ പ്ലാൻസും പോളിസീസും ഒക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ അപ്പോയിൻറ്റ് മിഡിൽ ലെവൽ മാനേജേഴ്സ്, അതിൻ്റെ തൊട്ട് താഴെയുള്ള ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള മിഡിൽ ലെവൽ മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇഷ്യൂസ് നെസസറി ഇൻസ്ട്രക്ഷൻസ് ടു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്, പ്രവർത്തനത്തിന് ആവശ്യമായ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ലോവർ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിന് കൊടുക്കുക എന്ന് പറയുന്നത്, ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിലൂടെ അത് ലോവർ ലെവലിലേക്ക് എത്തേണ്ട അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആദ്യം ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിന് ടോപ്പ് ലെവലിൽ നിന്നാണ് കൈമാറപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ടു മെയിൻറ്റെയിൻ റിലേഷൻ വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ്, നമുക്കറിയാം നമ്മുടെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തിയും കൊണ്ട് പല ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, നമുക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തിയും കൊണ്ട് ഒരുപാട് കാലം നമ്മളുമായി ബന്ധം സൂക്ഷിക്കുന്ന അത്തരത്തിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുമായിട്ടൊക്കെയുള്ള ബന്ധം, ഗവൺമെൻറ്, അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടൊക്കെയുള്ള ഔട്ട്സൈഡ് വേൾഡ് എന്നിവിടെ അതുകൊണ്ട് സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. ബിസിനസ്സിൻ്റെ പുറത്തുള്ള അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഈ ബിസിനസ്സിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിനാവശ്യമായ രീതിയിൽ അവിടെ കോർഡിനേഷൻ നടത്തുക എന്ന് പറയുന്നതും ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനിൽപ്പെട്ടതാണ്. രണ്ടാമതായിട്ട് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തൊക്കെയാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്? ഒന്ന്, ക്യാരി ഔട്ട് ദ പ്ലാൻസ് ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് ലെവൽ മാനേജേഴ്സ്. ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ഒക്കെ തന്നെ ക്യാരി ഔട്ട് ദ പ്ലാൻസ്, അത് ലോവർ ലെവലിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകേണ്ടത് തീർച്ചയായിട്ടും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്കെന്തെന്ന് വിളിക്കാവുന്നത്, ദേ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ലെവൽ ആൻഡ് ലോവർ ലെവൽ. ടോപ്പ് ലെവലും ലോവർ ലെവലും തമ്മിലുള്ള ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റാണ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അസൈൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ദ സബോർഡിനേറ്റ്സ്. തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന, ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിൻ്റെ കീഴിൽ വരുന്ന ആളുകൾക്കുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ അസൈൻ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ദ സബോർഡിനേറ്റ്, അത് കൃത്യമായിട്ട് നിർവചിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ മോട്ടിവേറ്റ് ദം ടു അച്ചീവ് ഡിസൈഡ് ഒബ്ജക്റ്റീവ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് മോട്ടിവേറ്റ് ദം, ആ സബോർഡിനേറ്റ്സിനെ അവർ മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്.
പ്രവർത്തനങ്ങൾ കൃത്യമായ ഉത്തരവാദിത്തങ്ങളും അതേപോലെ തന്നെ അവരുടെ അതോറിറ്റിയും ഒക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക എന്ന് പറയുന്നതും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനിൽപ്പെട്ടതാണ്. ഇവിടെയും കോഓപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. തീർച്ചയായിട്ടും ഒരു മിഡിൽ ലെവൽ മാനേജർ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അതേ സമാന രീതിയിലുള്ള മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യം പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ എപ്പോഴും പർച്ചേസ് മാനേജറുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വരും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഓപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നതും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. റിപ്പോർട്ടിംഗ് ടു ദ ടോപ്പ് ലെവൽ, ഏറ്റവും ലോവർ ലെവലിൽ നിന്നും കിട്ടുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മിഡിൽ ലെവൽ മാനേജറാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് ടോപ്പ് ലെവലിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്രത്തോളം ഫംഗ്ഷനുകളാണ്, 6ഓളം പോയിൻറ്റുകളാണ് നമുക്കിവിടെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് ദി ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെ ഫങ്ഷൻസാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാവുന്നതാണ്. എന്തൊക്കെയാണ്? പ്ലാൻ ഡേ ടു ഡേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ഇവിടെ ഡെയിലി പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ അസൈൻ വർക്കേഴ്സ് ടു ഡിഫറെൻറ്റ് അല്ലേ, അവിടെയുള്ള ഓരോ തൊഴിലാളികൾക്കും അവരെന്ത് വർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വർക്കേഴ്സ് കൂട്ടമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് ഒക്കെ തന്നെ സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ ലോവർ ലെവൽ സോൾവ് പ്രോബ്ലംസ് ഓഫ് ദി വർക്കേഴ്സ് അല്ലേ. അതോടൊപ്പം തന്നെ പ്രൊവൈഡ് ജോബ് ട്രെയിനിങ്, കൃത്യമായിട്ട് ഓൺ ദി ജോബ് പോലെയുള്ള ട്രെയിനിങ് കൃത്യമായിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ്. അങ്ങനെയുള്ള പരിശീലനങ്ങൾ ആ വർക്ക് ചെയ്യുന്ന പുതുതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം ഇവർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5ാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലുക്കിംഗ് ആഫ്റ്റർ സേഫ്റ്റി ഓഫ് ദി വർക്കേഴ്സിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെടുത്തി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെടുത്തിയും കൊണ്ടുള്ള വലിയ ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മേഖലയാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സെൻഡ് പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് ടു മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. നമുക്കറിയാം ഈ ലോവർ ലെവലിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകളാണ് മിഡിൽ ലെവലിലേക്ക് വരുന്നത്. മിഡിൽ ലെവലിൽ നിന്നും അതിനെ ടോപ്പ് ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് അയക്കേണ്ട പീരിയോഡിക്കായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതും അത് മിഡിൽ ലെവലിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നതുമൊക്കെ ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. അവസാനമായി ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. അവിടെയുള്ള ഓരോ തൊഴിലാളികളെയും ഒരു സൂപ്പർവൈസറെ സംബന്ധിച്ചിടത്തോളം ഇത് സൂപ്പർവൈസറി ലെവലാണ്, ഇത് ഓപ്പറേറ്റിംഗ് ലെവലാണ്. ഇവിടെ ലോവർ ലെവൽ എന്നുള്ളതിന് വേറെയും പേരുകളുണ്ട്. സൂപ്പർവൈസറി ലെവലെന്ന് നമ്മൾ വിളിക്കാറുണ്ട്, ഓപ്പറേറ്റിംഗ് ലെവലെന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതങ്ങനെ വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. ഇവരുടെ ഇവിടുത്തെ എംപ്ലോയീസുമായി അവിടുത്തെയുള്ള സാധാരണക്കാരായിട്ടുള്ള എംപ്ലോയീസുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഈ ലോവർ ലെവൽ മാനേജറാണ്. ലോവർ ലെവൽ മാനേജർ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ വലിയൊരു ഏരിയയാണ്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്? മിഡിൽ ലെവലും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിനോ അതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത ടോപ്പ് ലെവൽ, അങ്ങനെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫങ്ഷൻസുമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ്, ഇത് നമുക്ക് ജസ്റ്റ് പേരുകൾ മാത്രം ഇവിടെ പറഞ്ഞ് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാം, കാരണം ഇതൊരു ചാപ്റ്ററായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് ചോദിക്കുമ്പോൾ അത് ക്വസ്റ്റ്യനായിട്ട് ചിലപ്പം ചോദിക്കാറുണ്ട്. പുതിയ ഒരു മാനേജറായിട്ട് എക്സ് എന്ന് പറയുന്ന ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. അയാൾ ആ ബിസിനസ്സിൽ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ചെയ്യേണ്ടി വരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് പെട്ടെന്ന് അങ്ങനെ ഇൻഡയറക്റ്റായിട്ടൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ എഴുതുന്നത് തെറ്റിപ്പോകാറ്. അപ്പോൾ തെറ്റാതെ നോക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ ഇതൊന്ന് സൂചിപ്പിക്കണം. ഒന്നാമത്തത് പ്ലാനിംഗ് ആണ്, അത് നമുക്കൊരു ചാപ്റ്ററായിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് ആ ഭാഗങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. രണ്ടാമത്തത് ഓർഗനൈസിംഗ് ആണ്, മൂന്നാമത്തെ സ്റ്റാഫിംഗ് ആണ്, നാലാമത്തെ ഡയറക്റ്റിംഗ് ആണ്, അഞ്ചാമത്തത് കൺട്രോളിംഗ്. ഇത്രയും ഫങ്ഷൻസാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിലുള്ളത്. ഏറ്റവും അവസാനമായിട്ട് ഇവിടെ കോർഡിനേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ എന്ന് ചില മാനേജ്മെൻറ്റ് തിങ്കേഴ്സൊക്കെ കോർഡിനേഷൻ എന്ന് പറയുന്നതിന് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസായിട്ട് തന്നെ ചിത്രീകരിച്ച ആളുകളുണ്ട്. പക്ഷേ ഇവിടെ കോർഡിനേഷനെ നമ്മൾ കുറച്ചും കൂടെ അതിനെ പറയാറ് കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. ഈ എക്സ്പ്ലനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ദ പ്രോസസ് ബൈ വിച്ച് മാനേജർ
സിങ്ക്രോണൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് നോൺ ആസ് ഡാഷ് എന്നൊക്കെ വൺ വേർഡൊക്കെ ആയിട്ട് പലപ്പോഴും നമ്മൾ ചോദിച്ച് കണ്ടതാണ്. ദ പ്രോസസ് ബൈ വിച്ച് മാനേജേഴ്സ് സിങ്ക്രോണൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഈസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ. വൺ വേർഡൊക്കെ നേരത്തെ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്തൊക്കെ പ്രത്യേകതകളാണ് കോർഡിനേഷനുള്ളത്? അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അതാണ്. ജസ്റ്റ് പോയിന്റുകളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണ്. ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫേർട്സ്. ഗ്രൂപ്പ് എഫേർട്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. കോർഡിനേറ്റ് ചെയ്യുന്നു എന്ന്. ഗ്രൂപ്പ് എഫേർട്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള പ്രവർത്തനം ഇവിടെ കോർഡിനേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ അതോടൊപ്പം തന്നെ കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. യൂണിറ്റി ഓഫ് ആക്ഷൻ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ യൂണിറ്റി ഓഫ് ആക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഈ കോർഡിനേഷനിലൂടെ സാധ്യമാകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് പെർവസീവായിട്ടുള്ള ഫംഗ്ഷനാണ്. സർവ്വ സ്ഥലത്തും വേണ്ട ഒരു പ്രവർത്തനമായതുകൊണ്ടാണ് സർവ്വവ്യാപി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിൻ്റെ മലയാളം പറയാനായിട്ട് സാധിക്കും. പെർവസീവ് ഫംഗ്ഷനാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പെർവസീവ് ഫംഗ്ഷനാണ്. എല്ലായിടത്തും വേണ്ട പ്രവർത്തനമാണ്, എല്ലായിടത്തും വേണ്ട ഒരു ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. ഇതൊരു ഡെലിബറേറ്റ് ഫംഗ്ഷൻ ആണ് എന്നും കൂടി നമുക്ക് സമർത്ഥിക്കാനായിട്ട് സാധിക്കും. ഇത്രയും പ്രത്യേകതകളാണ് കോർഡിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള രീതിയിൽ. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. എന്താണ് കോർഡിനേഷൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, നല്ലൊരു കോർഡിനേഷൻ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇൻക്രീസസ് എഫിഷ്യൻസി. രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ, ഇറ്റ് ഈസ് ദ കീ ടു അതർ ഫംഗ്ഷൻ. കോർഡിനേഷൻ ഈസ് ദ കീ ടു അതർ ഫംഗ്ഷൻ. മറ്റുള്ള എല്ലാ ഫംഗ്ഷൻ്റെയും മുമ്പ് ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീ ആയിട്ട് നമുക്ക് എന്തിനെ പറയാവുന്നതാണ്? വേണമെങ്കിൽ കോർഡിനേഷനെ പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ. ആ പോയിന്റ് പറയുമ്പോൾ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫംഗ്ഷനുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നു, പർച്ചേസ് ആക്ടിവിറ്റീസ് നടക്കുന്നു, സെയിൽസ് ആക്ടിവിറ്റീസ് നടക്കുന്നു, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നു, ദെൻ ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസ് നടക്കുന്നു. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള, അതാണ് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഈ സൂചിപ്പിച്ച ഫങ്ഷണൽ ഡിഫറൻസിയേഷനും അതിനെ കോർത്തിണക്കിയും കൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം അവിടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. കോർഡിനേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു സ്ഥാപനത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നാലാമത്തെ പോയിന്റ് നമുക്ക് അതേപോലെ തന്നെ ചേർത്ത് പറയാവുന്ന പോയിന്റാണ് യൂണിറ്റി ഓഫ് ഡൈവേഴ്സിറ്റി. അല്ലേ? വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ അതാണ് കോർഡിനേഷൻ എന്നുള്ളത് കൊണ്ട്, അല്ലേ, അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കോർഡിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷനിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പെഷ്യലൈസേഷൻ, അല്ലേ, വലിയ വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കുകളെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോബുകളെ ഡിവൈഡ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ജോബ് തന്നെ ഒരേ ആളുകൾ ചെയ്യുമ്പോൾ അവരതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറും. അപ്പം ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുമ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ലൊരു കോർഡിനേഷൻ, അല്ലെങ്കിൽ ഈ കോർഡിനേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്, വർക്ക് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത്രയും പോയിന്റുകളാണ് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കുന്നത്. ഈ വലിയൊരു ഭാഗം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ രൂപം കിട്ടുന്ന രീതിയിലുള്ളൊരു ചാപ്റ്ററാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇത് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.